ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ഹായ്, അപ്പൊ എല്ലാവർക്കും മലപ്പുറം സിറ്റിക്ക് സ്വാഗതം. എന്റെ പേര് ഈദ് ലിവാൻസറി. നിങ്ങളുടെ ആദ്യം ഡീസന്റ് ആണ്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റ്, മാന്യനും വിനയനുമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ മാളികപ്പുറം സീരിയലിൽ നിന്ന് വിളിച്ചു. ഇനി എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ ഷോപ്പിങ്ങിനും എല്ലാത്തിനായിട്ട്. അപ്പം ഞാനിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ്. എനിക്ക് സാരീസ് റെഡിയാക്കണം, ബ്ലൗസ് റെഡിയാക്കണം. 2 ബ്ലൗസ് അർജൻറ്റായിട്ട് ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ നേരെ ഗുഡ്വില്ലേക്ക് പോവുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി വേണം. സാരീസ് കൊടുക്കുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള പട്ടുസാരിയൊക്കെയാണ് ഇതിൽ അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി മേടിക്കണം. അങ്ങനെ ഞാനൊരുമാതിരി തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാതെ വിശന്നു. അപ്പോൾ ഒരു KFC ഉണ്ടായിരുന്നു അടുത്ത്, അവിടെ കഴിക്കാൻ കയറിയേക്കാണ് ഇപ്പോൾ. ഒന്ന്, 2, 3, 4, 5, 6, 7 ബ്ലൗസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബ്യൂട്ടി പാർലറിൽ എത്തിയിരിക്കുകയാണ്. പെഡിക്യൂർ ചെയ്യാനുണ്ട്, പിന്നെ ഫേഷ്യൽ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തവണ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ മുഴുവൻ വാക്സ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് നിങ്ങളുടെ ഫേസിനൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാക്സ് ചെയ്താൽ മതി. ഫേസ് ഭയങ്കര റിസൾട്ടാണ്. നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറങ്ങിയിട്ട് നേരെ നവ്യ ബേക്കറി പോയി. നവ്യ ബേക്കറിയിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനിനി സാരി എടുക്കാനായിട്ട് ആലുവ വീട്ടിൽ പോവുകയാണ്. അമ്മയുടെ സാരീസും ചിറ്റയുടെ സാരീസും ഒക്കെ എടുക്കണം. അപ്പോൾ അവിടെ ആലുവ വീട്ടിൽ രഞ്ജിത്തിൻ്റെ കസിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് ഇതാ ഞാൻ വീട്ടിൽ പോയി ഫ്രഷായിട്ട് അടുത്ത ഉബർ വിളിച്ച് ഇപ്പോൾ ഇതാ ആലുവ വീട്ടിലെത്തി. അവിടെ ഇത്രയില്ല അല്ലേ? രഞ്ജിത്തിൻ്റെ അമ്മ കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പോയേക്കാണ് കേട്ടോ, അമ്മയുടെ സിസ്റ്റേഴ്സും കൂടി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അമ്മയുടെ എല്ലാ സാരീസും എടുക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എനിക്ക് കയറി അമ്മയുടെ വാർഡ്രോബിൽ നിന്ന് സാരി എടുക്കാം. അപ്പോൾ മാളികപ്പുറത്ത് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കൂടെ തന്നെ എനിക്ക് 2 ദിവസം കളിവീടിൻ്റെ ഷൂട്ടിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടിയുള്ള സാരീസ് എടുത്തു. ഇനിയിപ്പോൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ രാത്രി ഇതിൻ്റെ പാക്കിംഗ് ആണ്. എനിക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. 2 ബാഗ് ഓൾറെഡി നിറഞ്ഞു. ഇത് 3ാമത്തെ ബാഗിലേക്കുള്ള സാധനങ്ങളാണ്. ഇനി ഇതും കൂടി എങ്ങനെയും കുത്തി കയറ്റണം. അപ്പോൾ ബാഗ് 3 ബാഗ്. ചക്കു സേ ഹായ്. അപ്പൊ ചക്കു പറ എല്ലാരോടും എന്നാണ് അമ്മ വരുന്നത്? 10 days കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ചക്കുന് 10 ടോയ്സ് കിട്ടും അല്ലേ? അതുകൊണ്ട് ചക്കു സമ്മതിച്ചു. Only 1 toy? Yes. 1 toy മതി ചക്കുന്. 1 toy മതി. ഓക്കെ, അപ്പൊ 3 toys വേണോ? അപ്പോൾ പാക്ക് ചെയ്ത് വെച്ച് ഇഡ്ഡലിയും സാമ്പാറും ഇപ്പം തന്നെ കഴിക്കുക, കാരണം ട്രെയിൻ ലേറ്റ് ആണ്. പിന്നെ ബാഗിൽ ഇനി 3 ബാഗ് ഓൾറെഡി ഉണ്ട്. പപ്പ ആദ്യം ഞാൻ വിചാരിച്ച പപ്പ വരണ്ടാന്ന്, പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷൻ ഇതെല്ലാം കൂടി ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പപ്പയും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം പാക്ക് ചെയ്ത ഇഡ്ഡലി കഴിക്കാൻ പോവാണ്. ഒരു അമ്മ കഴിക്കട്ടെ ഇഡ്ഡലി. ഇഡ്ഡലി പാപ്പം കഴിക്കാം. ചക്കു കഴിക്കണ്ടോ ഇഡ്ഡലി പാപ്പം? ഇഡ്ഡലി പാപ്പം മമ്മി ഉണ്ടാക്കി ഇഡ്ഡലി കഴിക്കാം. സാമ്പാറുണ്ട്.
അപ്പോൾ റൂമിലെത്തി. നല്ല വിശക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയും ഡ്രൈ ഗോബി മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇനി ഇത് കഴിക്കട്ടെ. റൂം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് റൂം. AC ഒക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റാണ് കേട്ടോ. ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല. ടോയ്ലറ്റും നല്ല ടോയ്ലറ്റൊക്കെയാണ്. അപ്പോൾ ഇനി നാളെ സെറ്റിലെത്തിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. അത് ശരി. എന്തുവാ ഇത്? ഒരു പഴയ കാലത്തെ വീട്. പാലക്കാട് നിന്ന് എന്തോ ഇതുപോലെ ആ എല്ലാം പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ ഫിറ്റ് ചെയ്താന്നാ പറയുന്നത്. കൊള്ളാം അല്ലേ? അപ്പം ഇവിടെ വന്നതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് മാളികപ്പുറം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ, എല്ലാവർക്കും അറിയാം സീരിയൽ. ഹായ് പറയൂ. അത് ഡാൻസ് അല്ലേ? ആണോ ആണോ? ആഹാ. ഡാൻസ് കാത്തി നിൽക്കുകയാണല്ലേ? കാത്തു നിൽക്കുക. ഇനി ശരിക്കും കട്ട് ചെയ്തിട്ടാ കുറച്ചായിട്ട് എടുക്കാം. നല്ല കേക്ക് കേട്ടോ. സൂപ്പർ കേക്ക്. ഹായ്, അപ്പൊ എല്ലാവർക്കും മലപ്പുറം സെറ്റിക്ക് സ്വാഗതം. എന്റെ പേര് ഈദ് ലിവാനസറി. നിങ്ങളുടെ കുഴപ്പമില്ല. ചക്കിക്കുട്ടി പറഞ്ഞോ. ഹായ്, മൈ നെയിം ഈസ് ഈദ് ലിവാനസറി. നിങ്ങളുടെ സ്വന്തം ചക്കിക്കുട്ടി. ഓക്കെ. ഹായ്, മൈ നെയിം ഈസ് ആരവ്യോ അയ്യപ്പൻ. എന്റെ പേര് ശ്രീദേവ്. ഞാൻ വാവർ. മലപ്പുറം ടീംസാണ്. എന്റെ മകളായിട്ട് അഭിനയിക്കുന്ന മോളെയും കൂടി നമുക്ക് പരിചയപ്പെടുത്താം. വൈഗു. ഷീസ് വൈഗു. ഷീസ് വൈഗ. അപ്പോൾ പറ, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയുണ്ട് ഈ സെറ്റിൽ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനോട്. ആദ്യം വാവര തന്നെ തുടങ്ങണം. അയ്യോ, ഗണപതി മിസ്സിംഗ് ആണോ? ഓ സോറി ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ഗണപതി, പക്ഷെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാരും അതെ, നമുക്ക് ക്യാമിയോ അപ്പിയറൻസ് എടുക്കാം ഗണപതിയുടെ. സിംഗിള്. അപ്പൊ എന്റെ പേര് ശ്രീദേവ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഫൈനലിസ്റ്റ് ആണ്. പിന്നെ സി കേരളം ഡ്രാമ ജൂനിയേഴ്സിൽ സെക്കൻഡ് റണ്ണറപ്പായിട്ട് ചെയ്യുന്നു. ഇപ്പം മാളികപ്പുറം വരുന്നു. ഈ സെറ്റിലാകുമ്പോൾ എനിക്ക് ഇവനെ എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇവൻ അടിക്കാം, പക്ഷെ എന്ത് ചെയ്യും? ഇവൻ
പാവം കുട്ടിയാണ്. അപ്പൊ ആണോ? പക്ഷെ ചിരിച്ചു ചെയ്തല്ലോ, അവന്റെ പുരികടക്കം അതെ ഫുള്ള് വെട്ട് കിട്ടിയിരിക്കുകയാണ്. അച്ചോടാ. അപ്പൊ ഒരു പാട്ട് പാടോ? നമ്മുടെ ഒരു പാട്ട് പാട്. നമ്മളുടെ അസോസിയേറ്റ് ഏറ്റവും കൂടുതൽ എന്നെ പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള പാട്ട് തന്നെ പാടിക്കാം. അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങാകാലേ അങ്ങാകാലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളോട് കണ്ണീർ വീണ പോലെ ഇരുന്നാലും അറിയണുണ്ടേ. പിണ്ടാമൻ കരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. മിടുക്കൻ. ഓക്കെ, അപ്പൊ ഓക്കെ. പിന്നെ 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 കാണിക്കാം ഗൈസ്. സോറി, അവിടെ സൈലൻസ് പറഞ്ഞു അവര്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ? എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പാട്ടിയുണ്ട്, ചേട്ടനുണ്ട്, കളയവാണി സെൽവരാജ് വരുന്ന പറഞ്ഞ ഒരു പാട്ടിയുണ്ട്. തള്ളു വേണ്ട, ബാക്കി പറ. എന്റെ വീട്ടിൽ അച്ഛനമ്മ ചേച്ചി ഞാൻ, വേറെ ആരുമില്ല. ഓൺലി ഞങ്ങൾ 4 മെമ്പേഴ്സ്. എന്റെ അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, പ്രദീപ് എന്നാണ് പേര്. എന്റെ അമ്മ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കല്ലോ, നിനക്ക് കൂട്ടുകാരെ. ഫുഡ് ഉണ്ടാക്കി തരുന്നു. ഉച്ചഭക്ഷണം ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുക. അച്ഛനും അവിടെ നിന്ന് പുറത്തുനിന്നാണ് കഴിക്കുക. ഞാൻ പഠിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് GBHSS ഹൈസ്കൂൾ സ്കൂളാണ്. ഓക്കെ, താങ്ക് യു. മോളൂസ് എവിടെയാണ് സ്ഥലം? എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര് പാട്രേക്കില്. ക്ഷീണിച്ചാ? അവന്റെ തള്ളു കഴിഞ്ഞ് അല്ല, ഇവനാണ് തള്ളിയത്. തള്ളിയായിട്ട് ക്ഷീണിച്ചതാ കുട്ടി, പാവം. പറയടാ. എന്റെ വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, എനിക്കൊരു എൽഡർ ചേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്, അമ്മാമ്മയുണ്ട്. ഓക്കെ, പിന്നെ ഒരു വീടുണ്ട്, വീട്ടില് ബെഡുണ്ട്. കണ്ട. ഓക്കെ, മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. ഓക്കെ, അപ്പൊ ശരി, എല്ലാവരോടും നമ്മുടെ മാളികപ്പുറം സീരിയൽ കാണണം എന്നൊന്ന് പറഞ്ഞേക്ക്. സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സ്നേഹിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ. ഹായ് മോനു. ഹായ്. ഇത് രഹാൻ കുട്ടനാണ്. അപ്പോൾ രഹാൻ നമ്മുടെ മാളികപ്പുറത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗണപതിയായിട്ട് വരുന്നത് രഹാനാണ്. രഹാന്റെ വിശേഷം ഒന്ന് പറയോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്കൂളൊക്കെ അടച്ച് വെക്കേഷൻ ആയിട്ട്. ഇപ്പൊ എത്രയിലാ പഠിക്കണേ മോൻ? നെക്സ്റ്റ് 7th. 7th-ലേക്കാണ്. ഓ, എൻ്റെ മോനും ഇനി 7th-ലേക്കാണ്. അപ്പോൾ വീട് എവിടെയാണ് മോന്റെ? വീട് കൊല്ലം. കൊല്ലം. ഒറ്റ മോനാണ് അല്ലേ? ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മോൻ വേറെ സീരിയൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ശ്യാമാമ്പർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. പിന്നെ കന്യാദാനം ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ഇത് കാണുന്ന വ്ളോഗ് കാണുന്ന എല്ലാവരോടും എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത്, നമ്മള് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കേടാ, താങ്ക് യു മോനും. താങ്ക് യു. നമ്മൾ അന്ന് മിസ്സായി പോയല്ലോ. താങ്ക് യുടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. പാകത്തിന് മധുരം. അവന് ഇഷ്ടപ്പെട്ടു. അവന് ഇനിയും 2 കൂടി. ഇതേ ചക്കി അവിടെ ഇരുന്ന് കഴിക്കണം. എനിക്കിത് ഇവിടെ ഉണ്ട്. കേടോ, എന്തൊരു കാറ്റ്. ഞങ്ങള് മാളികപ്പുറം സീരിയൽ ചെയ്യുന്നോണ്ട് വെജ് ഫുഡാണ്. ഇവിടെ ആരും ഉച്ചയ്ക്ക് മീനൊന്നും കഴിക്കില്ല.
അതൊക്കെ സ്ട്രിക്റ്റ് ആണ് അല്ലേ? വീഡിയോ വരുമ്പോ താങ്ക് യു. ഇതെന്ത് മാമ്പഴം? കോട്ടയം. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.